സുവിശേഷം അറിയിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ് മിക്ക പേരും. പക്ഷെങ്കിൽ പലർക്കും അറിഞ്ഞുകൂടാ എങ്ങനെ സുവിശേഷം പറയണമെന്നോ സുവിശേഷം മറ്റുള്ളവർ എങ്ങനെ കൊണ്ടെത്തിക്കണമെന്ന് അറിഞ്ഞുകൂടാത്തവരാണ് പലരും. വിശുദ്ധ പൗലോസ് ഒരിക്കൽ പറഞ്ഞു, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലും ജീവിതത്തിലും അത് അങ്ങനെ തന്നെയായിരുന്നു. അതേ വചനം നമ്മൾ ഏറ്റു പറയുമെങ്കിലും കാര്യത്തോടെടുക്കുമ്പോൾ നമ്മൾ ഓടി ഒളിക്കും. എന്തെങ്കിലും ഒരു കല്ലേറ്, ഒരു പട്ടിണി, ഒരു നിന്ന, അപമാനം, പരിഹാസം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എപ്പോൾ ചെന്ന് ഒളിച്ചു എന്ന് ചോദിച്ചാൽ മതി. എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു വ്യത്യസ്തമായ ഒരു ചിന്ത എനിക്ക് കേൾക്കുവാനിടയായി തീർന്നു. അത് പറഞ്ഞത് മറ്റാരുമല്ല, പ്രീച്ചറും ടീച്ചറുമായ സാക്പുനൻ, പാസ്റ്റർ സാക്പുനനാണ് ഈ വിഷയം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ചിന്ത എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. അത് ഇങ്ങനെയാണ്: Don't be ashamed of Jesus. Don't be ashamed of him. He died for you. That's the thing I used to always think, Lord, let me never be ashamed of you. You were not ashamed to hang on a cross half naked for me. Why should I be ashamed of you? യേശുവിനെ അറിയിക്കുന്നതിൽ നമ്മൾ ലജ്ജിക്കരുത്. നമുക്ക് വേണ്ടി നഗ്നനായി തൂങ്ങി മരിക്കുവാൻ യേശു അപമാനം ഏറ്റെടുത്തുവെങ്കിൽ ആ യേശുവിനെ കുറിച്ച് പറയുവാൻ നമ്മൾ ലജ്ജിക്കരുത്. എന്നാൽ അത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓടി നടന്ന സുവിശേഷം പറയുക, എല്ലാവർക്കും ട്രാക്ട് കൊടുക്കുക, ഇതൊന്നും അദ്ദേഹത്തിന്റെ പരിചയത്തിലുള്ള കാര്യമായിരുന്നില്ല. എന്നാൽ മറ്റുള്ളവർ മധ്യത്തിൽ അദ്ദേഹം വ്യത്യസ്തനായി ജീവിച്ചു. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നേവി ഓഫീസറായി ജോലി ചെയ്തിരുന്ന ഇദ്ദേഹം ജോലിക്ക് പോകുമ്പോൾ എപ്പോഴും ബൈബിൾ തൂക്കിക്കൊണ്ട് പോവുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവമായിരുന്നു. തിരിച്ചു വരുമ്പോൾ ആ ബൈബിളും തൂക്കിയെടുത്തു വരും. ഇത് കണ്ടു നിന്ന ഒരു സെയിലർ ഇങ്ങനെ ചോദിച്ചു, Sir, are you an insurance agent? Every evening I see you going out with this little bag. I say, yeah, I'm an insurance agent. I go out and insure people for eternity. You want to be insured? സർ, താങ്കൾ ഒരു ഇൻഷുറൻസ് ഏജന്റ് ആണോ? എന്നും ഈ ബാഗ് കൊണ്ട് വരികയും പോവുകയും ചെയ്യുന്നല്ലോ. ഉടനെ അദ്ദേഹം പറഞ്ഞു, അതെ, ഞാനൊരു ഇൻഷുറൻസ് ഏജന്റ് ആണ്. എന്നാൽ ആൾക്കാർക്ക് നിത്യത ഉറപ്പാക്കുക എന്നുള്ളതാണ് എൻ്റെ പണി. നീ എന്നോട് വന്ന് ചോദിച്ചല്ലോ, അതുകൊണ്ട് ഞാൻ നിന്നോടും അതിനെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞ് അവരുടെ ചോദ്യത്തിന് മറുപടി കൊടുക്കുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ രീതി. ഇനിയുമുണ്ട്, തീർന്നിട്ടില്ല. നേവിയിലായതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ പാർട്ടി, ഗെറ്റ് ടുഗദറൊക്കെ അത് എപ്പോഴും സർവ്വസാധാരണമാണ്. എന്നാൽ പുരുഷന്മാർ കൂടുന്നയിടത്ത് ചുവന്ന പാനീയം കുടിക്കുക എന്നുള്ളത് അതും സർവ്വസാധാരണമാണ്. എന്നാൽ ഇദ്ദേഹം വ്യത്യസ്തനായി ഇരുന്നു കൊണ്ട് എന്താണ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇദ്ദേഹം മാറിപ്പോയി ഒരു ഗ്ലാസ് ഓറഞ്ച് ജ്യൂസ് എടുത്തു കുടിക്കും. അങ്ങനെ എല്ലാവരുടെയും ശ്രദ്ധ ഇദ്ദേഹത്തിലേക്കാകും. മറ്റുള്ളവർ വന്ന് ചോദിക്കും, ഈ കാലത്ത് ആരുടെ ഇതൊക്കെ ചെയ്യുന്നത്? സ്വല്പം കുടിച്ചാലെന്ത്, അടിച്ചാലെന്ത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ സുവിശേഷം പറയുവാനുള്ള ഒരു വാതിൽ അദ്ദേഹത്തിന് തുറന്നു കിട്ടുകയാണ്. അപ്പോൾ തുടങ്ങും സുവിശേഷം പറച്ചിൽ. I didn't witness to him. He asked me. You know, if you are different, people will come and ask you. And they say, hey, Zach, what is this? Orange juice. Why? Okay, you asked for it, right? Now I'm going to tell you exactly why I drink orange juice. I'm not seeking to witness. The fellow is asking me. He asked for it and I gave it to him, the gospel. പണ്ടത്തെ പോലെ നല്ലൊരു കാലം ഞങ്ങൾക്ക് മടക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു അത്യാഹിത ഘട്ടത്തിലേക്ക് ഇന്ന് ആത്മലോകം വന്നു നിൽക്കുമ്പോൾ എത്ര പേര് ആഗ്രഹിക്കും? പണ്ടത്തെ പോലെ ചില ഭക്തന്മാർ, പണ്ടത്തെ പോലെ വിശുദ്ധി സൂക്ഷിക്കുന്നവർ, പണ്ടത്തെ പോലെ പ്രതിഷ്ഠാ ജീവിതമുള്ളവർ, പണ്ടത്തെ പോലെ മാതൃകയോടെ ജീവിച്ചു കാണിക്കുന്നവർ, പണ്ടത്തെ പോലെ വിശുദ്ധിയിൽ നിൽക്കുന്നവർ, പണ്ടത്തെ പോലെ വചനം ഘനത്തോടെ വിളിച്ചു പറയുന്ന ചില ഭക്തന്മാരെ ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുവാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അങ്ങനെയെങ്കിൽ ദൈവം നിശ്ചയമായും വരും തലമുറകൾക്ക് വേണ്ടി ചിലരെ ഈ ഭൂമിയിൽ സൂക്ഷിക്കുമെന്നുള്ളത് നിശ്ചയമാകുന്നു. Why don't you laugh at our dirty jokes? They asked for it. Tell them, why do you dress so modestly? This is not the style. You're dressing like some 18th century girl. You asked for it, I'll tell you now. But if you are going to be just like them, talk all the rubbish they talk about and talk about what this film star did and what that film star did and what the other thing in here and the other thing there, and they say, aha, this is just one like us. So in order to be a witness for Jesus, you have to be different. You have to be different in your conversation. You have to be modest in your dress. You have to be different in your whole way of life. You have to be upright. Your bosses must see that you will not do anything unrighteous. Be a witness for Jesus. പെന്തക്കോസ്തിന്റെ രീതി, പെന്തക്കോസ്തിന്റെ മാതൃക, പെന്തക്കോസ്തിന്റെ സത്യം, അതിന്റെ ഉപദേശം, അതിന്റെ ഉദ്ദേശം സൂക്ഷിക്കുന്ന ഒരു കൂട്ടം തലമുറ ഈ കാലത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ, അതിന്റെ തീക്ഷ്ണത, അതിന്റെ എരിവ്, അതിന്റെ ഉത്സാഹം സൂക്ഷിക്കുന്ന ഒരു കൂട്ടം തലമുറകളെ ദൈവം ഈ കാലത്ത് സൂക്ഷിച്ചിരുന്നു എങ്കിൽ, അങ്ങനെ ഒരു ശേഷിപ്പിനെ കാണുവാനുള്ള വലിയ കൊതിയോടെ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. Show them that you are different.